അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ചൂട് കാലത്തൊക്കെ നല്ല ഉപകാരപ്പെട്ട ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ്. ഇതിൻ്റെ ബേസ് ഞാൻ പാലും പഴവും മാത്രം ചേർത്തുണ്ടാക്കിയതാണ്. അത് ഒരു ബേസ് കൊണ്ട് തന്നെ 4 ഫ്ലേവറിലാണ് ഞാനിവിടെ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത്, ഒരുപാട് തിന്നല്ല ഒരുപാട് തിക്കല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഈ സൈസിൽ ഒരു 5 പഴമുണ്ടത്. ഞാൻ 4 ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 5 പഴമാണ് എടുത്തിട്ടുള്ളത് മൊത്തം. ഇത് പൂവമ്പഴം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയാം. ഇത് ഞങ്ങളുടെ പ്ലോട്ടിലുണ്ടായ പഴം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ പഴം ഈ ഒരു സൈസിലുള്ള 5 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ പഴമാണെങ്കിൽ ഒരു 8 പഴം എടുത്തോളൂ കേട്ടോ, 4 ഫ്ലേവറിന്. ഇനി ഇത് നന്നായി മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ ഫ്രീസ് ചെയ്യണം. നന്നായി ഹാർഡായി കിട്ടണം ഒരു പീസും. അപ്പോൾ നന്നായി ഫ്രീസ് ചെയ്യണം. അപ്പോൾ 5 മണിക്കൂറെങ്കിലും ഫ്രീസറിൻ്റെ അകത്ത് ഇത് വെക്കണം. ഞാൻ വെച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ 4 ഫ്ലേവറിൽ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്രീം ബിസ്ക്കറ്റ് എടുക്കുക. 5 എണ്ണം ഏതെങ്കിലും ഒരു ക്രീം ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ക്രീം ആണെന്നേ ഉള്ളൂ. ഒരു 5 പീസ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റിൻ്റെ. ഇത് ജസ്റ്റ് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ക്രീമോടെ കൂടെ തന്നെ ഒരുപാട് പൊടിയാവരുത്, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് ചെയ്യട്ടെ. അതാ ഞാൻ പൊടിച്ചെടുത്തത്. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ഉണ്ടാവണം, പൗഡർ ഉണ്ടാവണം, അങ്ങനത്തെ രൂപത്തിലാണ് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സെയിം ജാറിലോട്ട് തന്നെ ഫ്രോസൺ ചെയ്യാൻ വെച്ച പഴമാണത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പഴത്തിൻ്റെ അളവിൽ കുറച്ച് പഴത്തിനും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു പഴത്തിൻ്റെ അളവിൽ കേട്ടോ. ഇത് വലിയ പഴമാണ്. അപ്പോൾ ഞാനൊന്ന് ഇത് ജസ്റ്റ് നന്നായി ഫ്രീസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പീസസുകളൊക്കെ അതാ നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും ഫ്രീസ് ആവുന്നുണ്ട്. ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഒരു പഴത്തിൻ്റെ അളവായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാല് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരട്ടെ. എന്താ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്രീമി ആയിട്ട് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ബൗളിലാണ് ഐസ്ക്രീം ഫുൾ ഉണ്ടാക്കുന്നത്. ഞാൻ ബൗളിലോട്ട് മാറ്റാം കേട്ടോ. മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ സാധാ ബൗളിലാണ് ഉണ്ടാക്കുന്നത്. ബൗളിലോട്ട് മാറ്റി നമ്മൾ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് അല്ലേ ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്കോ ചിപ്സിൽ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനി 3 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു ഫ്ലേവറായി. സെയിം ജാർ തന്നെ ഇനി അടുത്തത് ഞാൻ വാനില ഫ്ലേവർ ഉണ്ടാക്കുന്നത്, നോർമൽ വാനില ഐസ്ക്രീം. അപ്പോൾ അതിന് സെയിം ജാർ തന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത ബനാന ഇല്ലേ, ഒരു ബനാന ഏകദേശം ഒരു ബനാനൻ്റെ അളവിൽ ഞാൻ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/2 കപ്പിനെക്കാളും കുറഞ്ഞ പാൽ കേട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണോളം വാനില എസൻസ്. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്യട്ടെ. ഇതാത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ഉള്ളൂ, സിമ്പിളാണ്, വാനില ഫ്ലേവറാണ്, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നമുക്കൊരു ബൗളിലോട്ട്. ഈ സെയിം ജാർ തന്നെ അടുത്തത് ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടാക്കുന്നത്. ആ സെയിം ജാർ തന്നെ ഫ്രോസൺ ബനാന ഒരു പഴത്തിൻ്റെ അടുത്തോളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പോളം പാൽ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിൽ സ്ട്രോബെറി എസൻസ് 2 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യട്ടെ. സ്ട്രോബെറി ഫ്ലേവർ റെഡി ആയിട്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ലാസ്റ്റ് ഫ്ലേവർ മാംഗോ ഫ്ലേവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സെയിം ജാർ തന്നെ ബാക്കിയുള്ള പഴം ഞാൻ ആഡ് ചെയ്യാണ്. 1/2 കപ്പ് പാല്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലോട്ട് ഇത് ചോപ്പ് ചെയ്ത മാംഗോ കേട്ടോ. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച മാങ്ങയാണ്, അത്യാവശ്യം തണുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഫൈനൽ എന്താ മാംഗോ ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പോൾ എല്ലാം ഞാൻ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത എല്ലാ ഫ്ലേവറും സ്ട്രോബെറി, മാംഗോ, വാനില ചോക്ലേറ്റ് ചിപ്സ് എല്ലാം കേട്ടോ 4 ഫ്ലേവർ ഞാൻ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇനി ഇതെല്ലാം ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചാലും മതി. ലിഡ് ഉണ്ടെങ്കിൽ ലിഡിട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ സാധാ അങ്ങനത്തെ പ്ലാസ്റ്റിക് ഇല്ല ഇത് വെച്ചിട്ടൊന്ന് റബ്ബർ ബാൻഡ് ചുറ്റിയാൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഇതെല്ലാം കവർ ചെയ്ത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സെറ്റാകാൻ വെക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതൊരു 5 മണിക്കൂറിൻ്റെ മേലെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതായിട്ട് റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ഐസ്ക്രീം. നിങ്ങൾക്ക് ഇത്രയും തണുപ്പ് വേണ്ടെങ്കിൽ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ 5 മണിക്കൂറിന് മേലെ വെച്ചു, അപ്പോൾ നല്ല ഐസായിട്ട്. അപ്പോൾ ഈ ഒരു ഇത് വേണ്ടെങ്കിൽ കുറച്ചാൽ മതി. ഇതാ നല്ല സോഫ്റ്റ് ക്രീമി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൽ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള പ്രിസർവേറ്റർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പഴം പാലും വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയുള്ള ഫ്രൂട്ടാണ് പഴം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം, കുറച്ച് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.